തിരുവനന്തപുരത്ത് നടക്കുന്ന ഉഷ എക്സ്പോയുടെ ഭാഗമായി പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കവെയാണ് ഇന്ത്യയിലെ അത്ലറ്റിക് പരിശീലന രീതികളെ പി.ടി. ഉഷ വിമർശിച്ചത്. താഴെത്തട്ടിൽ അത്ലറ്റുകളെ വളർത്തിയെടുക്കാനുള്ള സംവിധാനങ്ങൾ രാജ്യത്തില്ല. ഇത് പ്രതിഭകളുള്ള കുട്ടികൾക്ക് ഈ രംഗത്തേക്ക് കടന്നുവരുന്നതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നുവെന്നും ഉഷ പറഞ്ഞു. എല്ലാത്തിനും ഒരു രീതി ഉണ്ടാവണം. ഒരു ലോങ് ടേം പ്ലാനായിട്ട് ഒരു കുട്ടികളെ അക്കാഡമിയിൽ വെച്ച് വളർത്തി വലുതാക്കിയിട്ട് ഓരോ ഏജ് വൈസ് കോമ്പറ്റീഷൻ ആണെങ്കിൽ അവരുടെ ഏജ് വൈസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുക, ഓവറായിട്ട് ഇവൻറ്റ്സ് പങ്കെടുപ്പിക്കാതിരിക്കുക, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രെയിനിങ് ചെയ്യുക. മേഖലയിലേക്ക് കടന്നു വന്ന അത്ലറ്റുകൾക്കാകട്ടെ അവർക്ക് അനുയോജ്യമായ പരിശീലനമല്ല നൽകുന്നത്. വിദേശ പരിശീലകർ ഉണ്ടെങ്കിലേ മെഡലുകൾ കിട്ടൂ എന്ന ധാരണ തെറ്റാണെന്നും ഉഷ കൂട്ടിച്ചേർത്തു. ഫോറിൻ കോച്ചസ് സ്ഥിരമായിട്ട് ചെയ്യണ്ട, ഇന്ത്യൻ കോച്ചസിനെ തന്നെ ചെയ്യും. ഇന്ത്യൻ കോച്ചസ് എന്ത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളൊക്കെ കാലഘട്ടത്തിൽ എന്താ ഉള്ളത്? ഇപ്പോൾ ഒരു നമ്പ്യാർ സാറ് ട്രെയിനിങ് ചെയ്തിട്ട് 77-ലാണ് ഞാൻ സ്പോർട്സ് തുടങ്ങിയത്. ശരിക്കും ട്രെയിനിങ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ 77 എന്നുള്ളത് 84-ൽ ഇത്ര കുറച്ച് വർഷം കൊണ്ട് എനിക്ക് മെഡലിൽ എടുത്തെത്താൻ പറ്റി. സ്കൂൾ മീറ്റുകളിൽ ഒരു അത്ലറ്റിന് പരമാവധി 2 ഇനങ്ങളിലെ പങ്കെടുക്കാനാവൂ എന്ന നിബന്ധന കൊണ്ടുവരണം. ഇത് കുട്ടികളിൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കും. പ്രത്യേക ഇനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കുട്ടികൾക്ക് ഇത് ഉപകരിക്കുമെന്നും ഉഷ കൂട്ടിച്ചേർത്തു. മീഡിയ 1 തിരുവനന്തപുരം.